welcome to Rythmika. We are about to start the program. Happy Kerala Day. Kerala Pravi Ashamsagal. Modern women's freedom is defined by the struggles of brave women featured in the ballads. Pumada Pannamma, a North Malabar ballad about a socially backward community woman who was wronged for her reluctance to give into the lure of the landlord. പുരുഷാധിപത്യത്തിനെതിരെയുള്ള സ്ത്രീയുടെ ചെറുത്തുനിൽപ്പിന്റെ ആദ്യത്തെ പ്രതീകം ചരിത്രത്തിൽ ഇടം നേടിയവൾ പൂമാത പൊന്നമ്മ. Ladies and gentlemen, please enjoy the performance by Jwala, പൂമാത പൊന്നമ്മ. കടലും കരദേശത്തെ തമ്പുരാന് പുലവപ്പനായ പൂമാതയോട് തോന്നിയ അടങ്ങാത്ത ഭ്രമം. തന്റെ പൊന്നിലും പണത്തിലും മയങ്ങുന്നില്ലെന്ന് കണ്ട് അവളെ ചതിയപ്പെടുത്തി ചാരിത്രം സംശയിക്കപ്പെട്ട് മുക്കുറ്റി മുക്കണ്ടം പന്തം കൊണ്ട് തലയും മുലയും കരിക്കപ്പെട്ട് അഗ്നിക്കിരയായി തീർന്നവൾ. തന്റെ ആത്മാഭിമാനത്തിന് വില പറഞ്ഞവരെ അഗ്നിയായി വന്ന് ചാമ്പലാക്കിയവൾ പൂമാത. ആത്മവീര്യത്തിന്റെ നാളം കൊളുത്തിയാൽ പെണ്ണിന് പിന്നൊരു തിരിച്ചുപോക്കില്ല. അഹന്തയുടെ കാമത്തിന്റെ അധികാരത്തിന്റെ ചീട്ടുകൊട്ടാരങ്ങൾ തകർത്തിടാൻ അകക്കാമ്പിൽ അഗ്നിനാളം എരിയിച്ച് കാൽപാന്ത ജ്വാലയായി അവൾ വരിക തന്നെ ചെയ്യും. മലയിന്ന് ആദിച്ച നല്ല ചമ്പൂതം വരും നേടി പൊന്മലയിൽ കൊക്കുകളി കണ്ട് താമസിച്ചേ മാമലയിൽ കുതിരകളി കണ്ട് താമസിച്ചേ നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാൻ നുദിക്കാൻ പൊന്നമ്മ പാട്ടിട്ടാല് പൂമാനെ പൊന്നമ്മ പാട്ടിട്ടാല് കരയുന്ന കുഞ്ഞ് മണിഞ്ഞുറങ്ങൂ കരയുന്ന കുഞ്ഞ് മണിഞ്ഞുറങ്ങൂ കുത്തിലെ പൂമാനെ പൊന്നമ്മ പാട്ടിട്ടാല് പൂമാനെ പൊന്നമ്മ പാട്ടിട്ടാല് മണ്ണില്ല മക്കൾക്ക് മണ്ണുണ്ടാവൂ മരം പൊട്ടി പാലേതോളൂ ഉണക്ക് മരം പൊട്ടി പാലേതോളൂ പൂമാനെ പൊന്നമ്മ
അപ്പൊ നായരെ ആ പൂമാത തീർന്നു എന്നാ കേട്ടെ. മേല് മുഴുവൻ പൊള്ളിട്ടേ ചതുരക്കിളച്ച് ചാടി ചത്തു തമ്പ്ര. എന്റെ തമ്പ്രാനോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. തമ്പ്ര ഏനിവിടെ ഉണ്ടേ. ആരാത്? തമ്പ്ര തമ്പ്ര പൂമാത ഇവിടെ ഉണ്ടേ. പൂമാതേ നീ മൗനത്തെ മഹാശബ്ദമാക്കുവാൻ, നിശ്ചല ധ്യാനത്തെ ചലനമായി ശക്തിയായി ഉണർത്തുവാൻ അവൾ പുനർജനിക്കുകയായി. പ്രതികാരത്തിന്റെ നന്മ തിന്മകളുടെ വിശ്വരൂപങ്ങൾ തീർക്കാൻ ഒരു കെടാത്ത കനലായി അവൾ ആളിപ്പടരട്ടെ. പൂമാതേ. Can you please give them a big round of applause? What a mind-blowing performance. Next, കർക്കിടക പെയ്ത്തിന്റെ ആഘാതമാകെ പൂർണ്ണചന്ദ്രന്റെ നിലാവ് കൊണ്ട് മറയ്ക്കുവാൻ കെൽപ്പുള്ളവരാണ് നമ്മൾ കേരളീയർ. ഏതൊരു ജനതയ്ക്കും ഇല്ലായ്മയുടെ സങ്കടത്തിൻ്റെയും കടൽ താണ്ടി കടക്കുമ്പോൾ ഉത്സവങ്ങളും ആഘോഷങ്ങളും മുന്നിൽ കാണുന്ന പ്രതീക്ഷയുടെ വിളക്കുമാടങ്ങളാണ്. പാൽച്ചിരിയുടെ മുമ്പിൽ മൃതിയെ മറക്കുന്ന നിഷ്കളങ്കതയാണ് ജീവിതയാനത്തെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം. എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ആശംസകൾ. മലയാളത്തിനും മലയാളിക്കും ദേശസ്നേഹവുമായി കുട്ടിക്കാലം മുതലേ ഒരു പ്രത്യേക ആത്മബന്ധമുണ്ട്. മഹാകവി വള്ളത്തോൾ പാടിയതിങ്ങനെ: ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. These lines by Vallathol, written in the context of an anti-colonial resistance and often misused to promote Indian and Malayalee nationalisms. But at expatriates, we use these lines proudly saying we are Indians and we are Keralites. To introduce Show of the Day, Chronicle of the Kerala, a journey through time about Kerala history has conceived, which is directed by Ashita Srijit, who WMC Pennsylvania Province Cultural Coordinator, choreographed by Nimidas, Anjali Jairam, Rukmini Srijit, Aishwarya and Surya. Ladies and gentlemen, please welcome Ashita Srijit. Thank you. Thank you, Nimi. Next, we are going to have our highlight of today's event, that is Chronicles of Kerala, a journey through time. In this dance, we are going to showcase the tapestry of Kerala's history and culture. Each scene unravels a chapter of our homeland's evolution. This drama consists of 10 scenes. I'm going to explain each scene, then you will have an idea what you're going to see. In the scene 1, little ambassadors of Kerala, adorned in vibrant traditional attire, take graceful steps forward, carrying the essence of our culture and heritage with them. Scene 2 exhibit the story of Parashurama. And scene 3, we portray pivotal period in Kerala history about Adi Shankaracharya. Scene 4 explores a pivotal chapter in Kerala's history marked by the arrival of Europeans. Scene 5 showcases the arrival of Arabian traders, influence of Islam and Sufism. Then scene 6 is about life of contributions of Tunjathu Ramanujan Ezhuthachan, father of Malayalam language. Scene 7 going to portray era of Samarin, king of Kochi and king of Travancore.
the Mamangam Saga. Scene 8, entry of Christian missionaries and amalgamation of cultures and religions. And scene 9 portrays the independence movement and contribution of freedom fighters like Parashiraja from Kerala. Finally, in scene 10, we celebrate the birth of Kerala on November 1st, 1956, explore how this enchanting land became God's own country. So, ladies and gentlemen, sit back and enjoy. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ മോഹം എന്നും മുത്തശ്ശി കഥ കേട്ടുറങ്ങ ഒത്തിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ എനിക്ക് വീടുമതി നാടിൻ നന്മ മതി പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നും അറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി നിൻ മനസ്സും മതി ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി ഒത്തിരി ഇഷ്ടം ഇന്നും മുറ്റത്തെ കളിയൂഞ്ഞാലാട ഒത്തിരി ഇഷ്ടം മുറ്റത്തെ കളിയൂഞ്ഞാലാട ഓർക്കാൻ കനവു മതി കൂട്ടായ അമ്മ മതി പണ്ടത്തെ പോലെന്നും ഞാനും ഇനി നിറവാർന്ന നിനവായി സല്ലപിക്കാൻ ഞാൻ അച്ഛനായി കാണും ഈ തേന്മാവും മതി ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി മണ്ണാണ് ജീവൻ മണ്ണിലാണ് ജീവൻ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ പരശുരാമൻ മഴുവെറിഞ്ഞൊരു മഹിത ഭൂദേശം ഈ കടലു കരയായി തീർന്നതാണീ കേരകേദാരം പരശുരാമൻ മഴുവെറിഞ്ഞൊരു മഹിത ഭൂദേശം ഈ കടലു കരയായി തീർന്നതാണീ കേദാരം തുമ്പ പൂത്തൊരു ഭൂതലം ഓണത്തുമ്പി തുള്ളണ കേരളം അക്ഷരത്തിരിമിന്നുമീ അനവദ്യ സങ്കേതം
ഈ സമത കണ്ടു കൈകൂപ്പിടുന്നു വിശ്വമീ നേരം. കടലിൻ തീരെ കന്നിത്തിരകൾ നടനം തുടരെ കരയിൽ നീളെ നീളെ സ്നേഹം പൂത്തു. കൊലുസിൻ നാദം കേൾക്കെ കരളിനുള്ളിനുള്ളിൽ കലതൻ ചെല്ല കൈകൾ താളം ചേർത്തു. കടലിൻ തീരെ കന്നിത്തിരകൾ നടനം തുടരെ കരയിൽ നീളെ നീളെ സ്നേഹം പൂത്തു. കൊലുസിൻ നാദം കേൾക്കെ കരളിനുള്ളിനുള്ളിൽ കലതൻ ചെല്ല കൈകൾ താളം ചേർത്തു. പരശുരാമൻ മഴവെറിഞ്ഞൊരു മഹിത ഭൂദേശം. ഈ കടലു കരയായി തീർന്നതാണീ കേരകേദാരം. स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः.
നാമയാകെ ചോപ്പണിഞ്ഞുലഞ്ഞിടും മണിത്തറയ്ക്കു മേലെ ഘട്ടവേഗമായി മാമാങ്കം. ചടക്കുമിഞ്ഞിടും സുദീർഘകാല യുദ്ധജാതകം കരൾ പറിച്ച ഗോത്രവീരദാഹമാറ്റി മാമാങ്കം. ഓരിലും വീണിടായ വീരരെ കൂറിലോ മേരിടായ ധീരരെ വാളിനാൽ നേടുമാനം മണ്ണിനായി പോരിൻ വീര്യം മകമായി പോരു പോരു താനായി മാമാങ്കം. കടലത്ത് ഗംഗ വന്നു ചേർന്നിടും നഗർത്തണം മഹാചരിത്ര വീരശൂരഭേരിയായ മാമാങ്കം. നിളം പടർന്നു നാമയാകെ ചോപ്പണിഞ്ഞുലഞ്ഞിടും മണിത്തറയ്ക്ക് മേലെ ഘട്ടവേഗമായ മാമാങ്കം. ജലധി കവിയും അഖില തടികളത് വന്നായും കാലുകളെറിയും അലനും ചുരുക ചുഴലി പിതറി മാമാങ്കം. കാലിലടിനം പണികൾ ഉണയും വിലയഗതികൾ മറന്നു മാമാങ്കം. തുടരും മതവും ഇളവും അലറിയേറി മാമാങ്കം. മേക്കണീതാ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തേதை പിടിത്തതണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തേதை വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തേதை വഴിപ്പുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തേதை അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തേதை അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ. തേதை പട്ടുട പണി പുടവ പവിഴമൂത്തു മാലയും തേதை അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ. തേதை അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്നരുൾക മാർത്തോമൻ. തേதை അലങ്കരിച്ച പന്തലിൽ വന്നരുൾക വേണം താകൃതത്താതിവൃതത്തെ. മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാരവക വേണ്ടും പണികൾ ഇന്ത്യയും തകതത്തി തകതിത്തൈ തകതേതേതും മഹിമയോടരുമികളെല്ലാം ചെയ്യും മനുവിവസിത്ത തകത തകതത്താം തികതക തക തകതിത്താം ഹൃദിത്താം ഹൃദികതാം ഹൃദിത്താ ഇന്ത്യയും തകതത്തി തകതിത്തൈ തകതേതേതും. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ
ആദിസർഗതാളമാർന്നതിവിടെ ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ബോധനിലാപ്പാൽ കറന്നു മാമുനിമാർ തപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു ആരിവിടെ തേൻ കടന്നൽ കൂടു തകർത്തു ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു ആരിവിടെ തേൻ കടന്നൽ കൂടു തകർത്തു ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു സ്വാതന്ത്ര്യമേ നീലാകാശം പോലെ പാടുന്നതാരോ കാറ്റോ കാട്ടരുവികളോ ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആദിയുഷസന്ധ്യ പൂത്തതി ആദിസർഗതാളമാർന്നതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ബോധനിലാപ്പാൽ കറന്നു മാമുനിമാർ തപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടെ ആദിയുഷസന്ധ്യ പൂത്തതിവിടെ ആദിയുഷസന്ധ്യ പൂത്തതി ആദിസർഗതാളമാർന്നതിവിടെ ആദിസർഗതാളമാർന്നതിവിടെ ഇളനീർക്കുടയിൽ ഇളവേലിൻ മലയാളം നന്മകൾ വിളയുന്നറുതേനൊഴുകും പുതുവലരായൻ മലയാളം തെക്കൻ കാറ്റിലാടി മൗനവീണ വീട്ടി പൂമരങ്ങൾ പുൽകി ഭൂതലം കഴുകി നിന്നിൽ നിന്നു വീയും കാവ്യം ഹരിതഭാവലാസ്യം നിറപകിട്ടിൽ തകതിനിയാടും മലയാളം തിരുവാതിര തകൃതിയിലാടും മലയാളം മനമുദ്രകൾ മരതകം വിരിയും മലയാളം തുടയോദര താളമുണർത്തും മലയാളം തലമുറ പകരും അമൃതേൻ ഗുണവും മനം പാടും രുചികളുമായി മഴവില്ലഴകും മനമിതിൽ പകരും നിറമാർന്ന നിമിഷവുമായി ധരയിലെന്റെ അമ്മ മലയാളം ഇന്നകം നിറയും നന്മ മലയാളം അങ്ങി വിളങ്ങും ഇളനീർക്കുടയിൽ ഇളവേലിൻ മലയാളം നന്മകൾ വിളയുന്നറുതേനൊഴുകും പുതുവലരായൻ മലയാളം. Actually, this program truly deserves a standing ovation. Can you please give them a big round of applause? ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ സക്സസ്സിന് ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ. എനിക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത് ദ മാസ്റ്റർ ബ്രെയിൻ ഇസ് അവർ കൾച്ചറൽ ചെയർപേഴ്സൺ അഷിത ശ്രീജിത്ത്. Can you please give her a big round of applause?
Chester Springs, Exton, Downingtown, Philadelphia, and all the way from North Carolina, where participants and almost 60 participants coordinate this program. And Rukmini Srijit, she deserves a big round of applause. She is coming from all the way from North Carolina. Now, Ashita Srijit. I'm really happy. എനിക്ക് ഇവിടെ ഒരു താങ്ക്സ് പറയാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊരു ഐഡിയ എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം സംസാരിച്ചത് നമ്മുടെ സ്വന്തം നിമ്മി ദാസിനോടാണ്. നിമ്മി എനിക്ക് ഫുൾ കോൺഫിഡൻസ് തന്നു, എൻ്റെ കൂടെ നിന്നു. പിന്നെ എനിക്ക് നമ്മുടെ ഈ 60+ ഡാൻസേഴ്സാണ് നമുക്ക് ഇന്ന് ഈ ഒരു ഐറ്റത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഇവിടെ എന്താ പറയുക പ്രസൻറ്റ് ചെയ്തത്. അതിൽ ഭരതം ഡാൻസ് അക്കാഡമി, നിമിദാസിൻ്റെ കൊറിയോഗ്രഫിയിൽ ഭരതം ഡാൻസ് അക്കാഡമി, ദെൻ ശിവമുരളി കലാക്ഷേത്ര. ഞാൻ ആക്ച്വലി ഒരു 3 മിനിറ്റ്സിൻ്റെ ഡാൻസാണ്, എന്നിട്ട് പോലും അഞ്ജലി ഈ ബിസി സ്കെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ആ ഡാൻസ് വന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ചതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ദെൻ രുക്മിണി ഓൾ ദ വേ ഫ്രം നോർത്ത് കരോലൈന, നാട്യാഞ്ജലി ഡാൻസ് സ്റ്റുഡിയോ, താങ്ക് യു സോ മച്ച്. ആൻഡ് ദെൻ Sahasra dance team from Exton, Renju Sudeep, another choreographer. I think I did not miss anybody. Anjali Jaramayal. Thank you so much. Thank you. Now, over to our president, the true leader, Rennie Joseph. Good evening, everyone. I am Rennie Joseph. I am the president of the World Malayalee Council, Pennsylvania Province. World Malayalee Council is a global organization of 3-tier system consisting of the provinces, region, and global. This system provides an amazing opportunity for all Malayalis around the globe to connect, to network, and to make a difference in our society. Our province was formed in the difficult times of COVID in 2020. Over the past 3 years, we were not only able to connect with many people, but was able to undertake a lot of charitable initiatives. Rythmika 2023 was designed under the leadership of our Cultural Forum Chair Ashita Srijit and Literacy Forum Chair Soya Nair. They were well supported by our Dynamic Secretary Dr. Binu Shajimon and our Treasurer Dr. Annie Abraham. We have identified Gilgal Ashwas Bhavan as a major beneficiary from the proceeds of today's event, which will be handed over later today. A program of this magnitude would not have happened without the support of each one of you. A very special appreciation to all of our sponsors. Thank you, sponsors. As the president of the province, I want to salute and appreciate all our team members for stepping up and making today's event a great success. Now, please watch a short video on Gilgal Ashwas Bhavan. സ്നേഹിപ്പാനും സ്നേഹം അനുഭവിപ്പാനും ഒരു വീട്, അതാണ് ഗിൽഗാൽ ആശ്വാസഭവൻ. ശക്തമായ ദർശനത്തിൻ്റെ സാക്ഷാത്കാരം, സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതിഫലനം. ഓടി ഓടി തളർന്ന കാലുകളുമായി, ഉറയ്ക്കുന്ന കൈകളുമായി ഒരു അഭയത്തിനു വേണ്ടി വരുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഒരു സംരക്ഷണ കേന്ദ്രം. ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ തകർന്ന് മനസ്സിൻ്റെ താളം തെറ്റിപ്പോയ ഒരു കൂട്ടം സഹോദരങ്ങൾ ഈ ഭവനത്തിൽ ആശ്വാസം പ്രാപിക്കുന്നു. ജനിച്ചപ്പോൾ തന്നെ സെർവർ പാഴ്സി പിടിപെട്ട ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ഈ തണലിൽ ശിശുവായി വളരുകയാണ്. ഒരു നിമിഷത്തെ അപകടത്താൽ ശരീരം പൂർണ്ണമായി തളർന്നുപോയ ഒരു കൂട്ടം സഹോദരങ്ങൾക്ക് ഈ ഭവനം ഒരു അത്താണിയാണ്. അങ്ങനെ 400-ൽ പരം ജീവിതങ്ങൾ ഈ ഭവനത്തിന് തണലിൽ അന്തിയുറങ്ങുന്നു. അവരുടെ
ആഹാരം, വസ്ത്രം, മരുന്ന്, സംരക്ഷണം എല്ലാം നൽകുന്ന ഒരു വലിയ ഭവനമാണ് ഗിൽഗാൽ ആശ്വാസ ഭവനം. ഈ വലിയ കാരുണ്യ ഭവനത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങളുടെ വിലപ്പെട്ട സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ഭവനത്തിന് ആശ്വാസമാണ്. നിങ്ങളുടെ നന്മയുടെ ഒരു പങ്ക് ഇവരുടെ വിശപ്പടക്കുന്നത് ഈ ഭവനത്തിന് ആശ്വാസമാണ്. ഇവരുടെ മുറിവുകളിൽ സാന്ത്വനം പകരുവാൻ കഴിയുന്നത് ഒരാശ്വാസമാണ്. ഇവർക്കാവശ്യമായിട്ടുള്ള മരുന്നുകൾ, വസ്ത്രം, പാർപ്പിട സൗകര്യങ്ങൾ, കിടക്ക തുടങ്ങിയ ഒട്ടനവധി ആവശ്യങ്ങളുള്ള ഈ ഭവനത്തിലേക്ക് സ്നേഹത്തിൻ്റെ കരം നീട്ടുവാൻ അവസരങ്ങളുണ്ട്. I'm sure you all have been touched by what you have seen. If anybody wants to be in touch with Gilgal Ashwas Bhavan, here is the contact information. Good evening, all. Are you all having a good time? Yes, no? All right. Are you ready for the comedy evening? Yes, no? Yes, here, let's watch. Dan Nainan is an Indian-American stand-up comedian, writer, and actor. He is known for his clean and family-friendly comedy, which often draws on his experiences as an Indian-American growing up in the United States. Nainan was born in Bloomington, Indiana, and raised in Bethesda, Maryland. He graduated from Bethesda Chevy Chase High School in 1999 and went on to study computer engineering at the University of Maryland, College Park. After college, Nainan worked as a senior engineer at Intel Corporation. In 2004, Nainan decided to pursue a career in comedy. He took a comedy class to help get over his fear of public speaking, and he quickly discovered that he had a natural talent for making people laugh. Nainan began performing at local comedy clubs, and he quickly rose through the ranks of the comedy circuit. Nainan's comedy is often self-depreciating and observational. He talks about his experiences growing up as an Indian American, his family, and his job as a comedian. Nainan's comedy is also known for being clean and family-friendly. He doesn't use profanity or vulgarity in his act, and his jokes are appropriate for all ages. Nainan has performed at some of the most prestigious comedy clubs in the country, including the Comedy Cellar in New York City and the Comedy Store in Los Angeles. He has also performed at corporate events, colleges, and charity events. In 2012, Nainan performed for President Obama at a gala in Washington, D.C. Nainan is a popular and respected comedian. He has been featured in numerous media outlets, including the New York Times, the Washington Post, and the CNN. He has also appeared on several television shows, including The Tonight Show with Jay Leno and Connect. Nainan is a talented, versatile comedian. He's able to connect with audiences of all ages and backgrounds. His clean and family-friendly comedy is sure to entertain and amuse everyone. Dan is hilarious. World's only Indian-Japanese comedian. Dan is hysterical. I don't know. I mean, I'm a better comedian than he is, but he's hysterical. He was funny. Dan is so funny. Dan is funny and he's clean. Dan was so funny. Dan was so funny. A lot of humor. Good to see a technology guy focused in comedy. You're so funny. You were great. Dan, where are you? We're so excited to have you here, my friend. And ladies and gentlemen, let's welcome the stand-up comedian, Dan Nainan, my friend. Thank you. Take it over, sir. All right, thank you. Thank you. It's been great getting to know Renee. Has been a great friend for 4 years because we tried to do this 4 years ago. Next time, I'm going to do two things. I'm going to make sure that the volume is much louder on these videos, and I'm also going to say, could I see the video before you, could I approve the video before you play it? I was never on The Tonight Show. Where did that come from? There's a lot of inaccuracy in that video. So before I continue, am I too loud? Okay, you can hear, but I'm not blasting like that video? Okay, good, all right. So where are my Malayalis at? Malayalis, make some noise. All right. It's great to be here. So yes, my father is from Kerala, specifically Kayamkulam. Is Kayamkulam in the house, anyone? No? Okay.
All right, one or two. All right. My dad is from Kerala, and my mother is from Kyoto, Japan. Anyone else here, Indian and Japanese? Anyone? No, I'm the only one. Okay. Well, it's great to be here. You all couldn't afford Russell Peters, so you got me instead. So yes, I am the world's only half Indian, half Japanese comedian. So I get my sushi from 7-Eleven. My mother is so Japanese that when I was born, I came out cordless, like this microphone. Russell Peters gave me that joke. I was in the hotel and I met a gentleman from Japan, a Japanese gentleman in the elevator. I said, "Oh, my mother is Japanese." And he said, "Oh, my mother also Japanese." Imagine that. But I wasn't always a comedian. Before I was a comedian, I was a computer guy. Big surprise. I worked at Intel Corporation in Silicon Valley. And when I applied for the job at Intel, I said, they said, "You're Indian and Japanese? You don't even have to interview. You can be vice president." I was not vice president of Intel, but I actually did work at Intel. It was my job to travel the world and speak on stage with Andy Grove and the other executives, or as Indians say, executives, and do technical demonstrations on stage. And I was terrified of public speaking, so I took a comedy class to get over the fear, and had some beginner's luck, and left a perfectly good job with stock options and full benefits for a job that averages about $7,000 a year with no health insurance. Needless to say, my parents were not very happy. But things have gotten better since. It took me 2 years to make my first pay doing comedy. And I had to stand in Times Square and give out these flyers, and I got $1 for everyone who showed up at the club, so I got 5 people to show up, and so I made $5 after 2 years of doing comedy. So if your kids are thinking about going into comedy, tell them, no, you want to be doctor. So where are my, let's see who's here. So where are my aunties? Aunties, make some noise. Aunties? All right, 2 or 3, yeah. Nobody wants to admit they're an auntie, right? And where are my uncles at? Uncles, make some noise. Uncles! That's pretty good. Uncles are usually like, we don't make noise. We make money. I got a call from an uncle, and he said, "Dan, we want to hire you for event, but we are very religious people, and we don't want any profanities or vulgarities or pelvic movements." Uncle, I'm not Elvis Presley. Yeah, we are very religious, so we don't want any profanities or vulgarities, no 4-letter words. How much you charge for your show? Well, Uncle, my normal fee is $5,000 plus air and hotel. He said, $5,000? Are you out of your mind? Damn you. We were thinking more like 500 rupees. Pakistani rupees. which are now, I think, worth 1/4 of Indian rupee. I know this because I performed in Pakistan, did 7 shows in Pakistan, some of my best audiences ever. And you know that the laughs were genuine because nobody was drinking, right? Best shows. It was fantastic. And so I also... I'm sure that some of you young people have heard these stories from your parents about how difficult it was to get to school in India. Have you heard these? My father's like, to get to school in India, I had to walk 7 miles to school every day. And both ways were uphill. In the snow. In Kerala. I mean, he made himself sound like he was Indiana Jones just to get to school every day, right?
To get to school in India, I had to climb Mount Everest. That's not even in India. Right? I had to swim the Ganges River lengthwise. Then I had to cut through 7 miles of jungle every day with nothing but a machete. And it was a different 7 miles every day. And just like Indiana Jones, there was a big round boulder chasing me the whole way to school. I'm like, wait a minute, hold on, this doesn't make any sense. How could a boulder chase you up a hill? I was pulling it. It was tied to my little toe. You know, and then after a while, I'm like, you know, did you think about homeschooling? You know, it's just crazy. And then, of course, when you're the child of Asian immigrants, no matter what you do in school, it's never good enough. You know, I had 4.0 grade point averages. He says, why you cannot have 6.0? You know, and like, no matter, I mean, what you do in school, it's never, I told him I was taking AP Physics and AP Calculus. Everyone knows AP stands for Asian people. I was so proud. I said, Pa, I'm taking calculus, you know, in high school. He goes, in India, we do calculus in kindergarten. I told him I was taking physics. He said, in India, I built a subatomic particle accelerating large hadron super collider when I was a fetus. I can never win. And, you know, and people always ask me, you know, your dad is from India, your mom is from Japan. That makes you half Asian. What continent do they think India is in? I mean, Antarctica? 20% of American school children cannot find Earth on a map of Earth. And people say, your dad is from India, your mom is from Japan. Where do they possibly meet? Indiana, duh. Yeah, they met in, as you saw, Bloomington, Indiana. And, you know, this is hard to admit, but I was actually born, my father was getting his PhD in nuclear physics, and my mother was getting her bachelor's in early childhood development. Obviously, she must have failed with me. And this is hard to admit, but I was actually born 7 months after my parents were married. Yes, it's true. And all these years, my parents have been trying to convince me I was premature. When in fact, I think it was my father that was premature. You know, this is something that's never happened to me, but there's a sword right here. Is this some sort of a sign? Is your time is up, or you know, this is interesting. Oh, okay, it's not. Okay, it's just plastic. Okay, good. I thought it was a real. Why is this? I've never seen a sword on stage. It's interesting. I've seen a rat cross the stage when I was performing with Russell Peters in Seattle. This rat just. Yeah, I've seen some crazy things, but never a sword. But thank you, whoever put that there. I appreciate that. And so, yeah, my father, you know, in Indian culture, we get pressured to marry very young, right? My father's like, I think it is time for you to get married. I was 5. No, but I mean, you know, my father says, okay, you must, not only must you marry a girl from India, she must also be from Kerala. And I said, well, you didn't. You know, he's married a Japanese lady, but he wants me to marry an Indian, Malayalee. And not only must she be from India, she must be Malayalee, she must also be doctor. Why? Because, of course, he gets free medical advice the rest of his life, right? So I really didn't want to meet. He had me connected with his friends, you know, my father was from the Martoma Church. And he had me connected. He connected me with my father's, connected me with his friend's daughter, and he wanted me to take her out. And he goes, why don't you go out with a doctor? I said, no, absolutely not. I don't want to go out with a doctor. So I'm on the way to pick up the doctor, and the
The door, it did not go well. The door opens, and I said, "Is your daughter here?" And it was the daughter. Very embarrassing. You know, I'd really love to learn some Malayalam. My first language was Japanese because my mom couldn't speak very good English. But I'd really love to learn more Malayalam, or any Malayalam. You know, the only Malayalam I've learned over the years is Ninde Morlaka Parnana Tavaisa Arno. Is your daughter 18? Perform at a lot of Indian weddings all over the world. It's so much fun to be at people's, the happiest days of their lives, and the food is amazing. But Indian weddings, some Indian weddings, like some of the Hindu weddings, well, no, I went to Malayalee weddings, and the ceremony alone is 4 hours. What can you possibly talk about in a 4-hour wedding ceremony? When you are married, you will put the toilet paper over, not under. You must squeeze the toothpaste from the bottom. And some Hindu weddings last for a week, right? A week. That's longer than many American marriages last. And my father is always bragging to me. My father is always bragging, nobody in India ever gets divorced. Yes, because nobody would want to go through this twice. So I live in New York City, very, very blessed. Grew up in Washington, D.C., and it was kind of, my father is kind of a funny person. I said, why do I have to clean my room because it's just going to get messy again? And he said, why should you wipe your bottom? That's true, I guess. But I grew up in Washington, then moved to Los Angeles, and worked in the music business, and Capitol Records, EMI Music. So we had the Beatles and McCartney and Duran Duran and Poison and MC Hammer, Tina Turner, Pink Floyd, etc. And then left there and went up to Silicon Valley and got the job working for Intel Corporation. And then you heard the story earlier. I was terrified of the public speaking, took a comedy class, and my first show was at a comedy club, and some Intel people saw the tape, and they said, why don't you perform at the team dinner at Comdex? So the second performance was for about 200 Intel employees, the Intel team, and someone saw that and came up and said, can you perform this at the annual sales conference? And that was for 2,500 people, third time ever on stage, for 2,500 people. A number of people came up afterwards and said, now you're not really an Intel employee, you're a comedian pretending to be an Intel employee. And I said, no, I'm an Intel employee pretending to be a comedian. And then that's how I got started. And then I met Russell Peters and then toured all over with him. Have been very fortunate to perform all over the world, 28 countries on 5 continents, mostly for Indians in Singapore, Indians in Trinidad, Indians in India, Pakistanis, Malaysia, all over. I've been very fortunate and traveled all over. But one thing I noticed is that, when you call technical support, right, there are all these Indians pretending to be American, right? Like, I called Dell, thank you for, I called Dell the other day, or, you call AOL or Dell, it's like, thank you for calling technical support. My name is Jennifer Aniston. Come on, sir, that's not your real name, is it? And I don't know, I think at some point, Indian companies are going to start outsourcing to poor Americans who are pretending to be Indian, right? Thank you for calling Air India. My name is Vivek Ramaswamy. What your problem is? But my last name is Nainan, but that was my father's first name, and so it's very strange that his brothers in America all have different names, but their first name is
it's Tekudakath, right, is the first name, and then Daniel is their second name, and their last names are all different. So their names were reversed. So Ninan was actually my father's first name, but then they switched it when they. Did that happen to anyone else? I saw some names out here. Did that happen to Varghese? Do we have any Vargheses in the house? No Vargheses here? Any Thomases? George? What else? Matthew? Yeah, wonderful. Yeah, I grew up with all these names. You know, we were with the Martoma Church in Tacoma Park, Maryland. Now I've had also the good fortune of performing for a couple of presidents as well. And I met a few presidents and also got to perform for Presidents Trump, well, before he was president, and also perform for Obama when he was president in 2012, as Mr. Joseph mentioned. How about a round of applause for Mr. Joseph and everyone else who put this together? Thank you so much. It was wonderful. So has anyone seen any of my presidential impressions? Anyone? No? One person? Okay, yeah. Very popular, I can tell. That's why the sword is here. Other presidents had these great quotes, like 7 years ago. What's it going to be for George W. Bush? Now, I was not aware of September 11th until September 11th. I was not aware of Hurricane Katrina until September 11th. Now, somebody asked me how I feel about Roe versus Wade, and I told them, look, if you're in New Orleans, row, wade, swim, whatever you have to do to get out of there, because I'm not coming to help you. Now, these terrorists, we're going to get these folks, these perpetrators who have perpetrated these perpetrations of these crimes against humanity and other people. The terrorists operate out of a worldwide network of bitter, angry men, losers who grow beards, and they call themselves Al Gore or Al Qaeda. Up until recently, I had no idea what an Afghan was. I thought it was a kind of sweater. And then they asked Bill Clinton how he feels about current events. This is what he had to say. Now, I want you to listen to me. I want to say this again. I have never had an improper relationship with that woman. Hillary Rodham Clinton. Barack Obama, very nice, very exceptionally nice, very humble when I met him, and I think I remember him saying something. Now, I look over here to the right, and I look over here to the left, but I never look straight in the camera because that would make my ears stick out even more. Now, President Donald Trump, I was booked to perform on a 45th anniversary party about 10 years ago, and it was at the Trump Golf Course in West Palm Beach, Florida, and I flew there, and my client says, you know, Trump is in the building. I'm like, you're kidding. And so I was walking around before the show, and I went on the back deck, and there's all this steak and lobster and shrimp, this amazing spread of food, and I saw Trump himself, and he's just going around to perfect strangers going, isn't this great, isn't this great? And I went up to him and said, Mr. Trump, my name is Dan, and he actually shook my hand. I heard he doesn't like it, but he shook my hand. I said, Mr. Trump, my name is Dan. I'm performing at the Felberbaum's 45th anniversary over in this room here. Could you come and watch? And he said, well, I don't know if I can. I've got my Christmas party in the big room, but I'll try. And I said thank you, and I got a picture with him, and then I'm about halfway through my show, and then
Mr. and Mrs. Trump come in and sit at the back of the room very respectfully. They were laughing, and I mean, it was great. And he came up afterwards. I said, Mr. Trump, what do you think of my show? He said, let me tell you something. I'm absolutely fantastic. I'm absolutely fantastic. I'm the greatest president since Abe Lincoln. In fact, many people tell me I was better than Abe Lincoln. In fact, Abe Lincoln told me I was better than Abe Lincoln. Because I'm fantastic. Now, for 2024, I have a much better vice presidential candidate than Mike Pence, myself. So instead of Trump, Pence, 2024, it's going to be Trump, 2024. Trump squared, Trump to the second power, the cube root of Trump, 4/3 pi r Trump, because I'm absolutely fantastic. And the best part is, if I'm impeached again, I get promoted to president. Because I'm absolutely fantastic, believe me. I'm the greatest president, the greatest human being that ever lived, the greatest being of any kind. I'm fantastic. So there's my presidents. Thank you, yes. Now, Jesse Jackson, he ran for president many years ago. I actually worked on his campaign, and if he were to run again, I'm sure it'd be all about racism. Now, why on the piano are there 88 keys, of which 51 are white, but only 37 are black. And notice the white keys are all together and touching each other, but the black keys are all separated by white keys. And why in the game of billiards, or pool, what have you, is the object of the game for the white ball to knock the black ball off the table. And when the black ball is gone, the game is immediately over. And yet somehow the white ball comes back again and again. The only game that is fair is bowling, because the black ball gets to knock down 10 whiteys. And they all have red necks. All right, wow, this is a great audience, a great event. It's great to be here. And, I drove down from New York, and it only took about an hour and a half. And tomorrow going to see some friends of the family in Levittown. Auntie just turned 90. And I performed at, so I had a friend in Washington who actually used to own, believe it or not, the Washington Wizards and the Washington Capitals. And I used to help her with her computer way back in the day. And her son called me and said, hey, can you perform at her 90th birthday? I said, sure. And he insisted on paying me, even though I said I would do it for free. And so he booked me about 6 months in advance. And my comedian friend said, oh, make sure you get a deposit. She's 90, all right? But it went really well. She actually, unfortunately, she passed at the age of 96, but she made it to 96, which is a miracle. Beautiful lady named Irene Poland. Okay, so ladies and gentlemen, before I go, I wanted to tell you that I brought some goodies. I just wrote a book and just released it. And this book, well, let me tell you first about the CD. This is my CD, and this is my DVD. Now, normally these are $15 a piece on my website, but for you tonight, it's a special since you're such a great audience. It's 20. No, 20 for both the CD and the DVD. Now, I just came out with this book, Accidentally Funny. How a painfully shy Intel engineer who was terrified of public speaking became a comedian and traveled the world. Now, this book exposes everything about me, being bullied as a child, and then helping IBM launch its first personal computer as a co-op student in college, and then going on to work at Capitol Records, and meeting all these people like Duran Duran and Pink Floyd, etc., and then
going on to Intel and the whole story I told you about becoming a comedian. So this is also $20, but for tonight there's a special. If you get this book for $20, you also get the CD and the DVD for free. So this is a value of exactly $50, but it's $20. I'll be selling these outside, and I'll autograph them if you want, but that'll decrease the value. So $20 for the book, comes with a CD and the DVD for free, and I can also accept credit cards. So please get my book. And if you don't want to buy anything, that's fine. Come and get my business cards. My business cards are free. Indians are always like, oh, free, I'll take 2. I am available for corporate functions and weddings and funerals. Yeah, I said this at a show in Houston, and auntie comes up after the show. I want to hire you for my husband's funeral. And he was standing right there. You're a fantastic audience. My name is Dan Nine, and thank you very much. Thank you. And now, Mr. Joseph. Please welcome Renee Joseph, ladies and gentlemen. Thank you, sir. If you all enjoyed, can you give one more round of applause to Dan Nine? Thank you, Dan, for coming. And I guess we're going to have a short break, about 15-20 minutes. And once you're back, we'll have live music, fantastic live music. Thank you. നൃത്തത്തിൻ്റെയും ചിരിയുടെയും പാട്ടിൻ്റെയും ആഘോഷരാവായ റിതമിക 2023-ൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ. അടുത്തതായി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ലൈവ് ഓർക്കസ്ട്ര വെച്ചുള്ള ഗാനമേളയാണ്. അതിലേക്ക് ജംസനെയും ടീമിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you and good evening everyone. So it's a great privilege to be here this evening. World Malayalee Council Pennsylvania chapter ഞങ്ങളെ ഈ സ്റ്റേജിലേക്ക് കുറച്ച് പാട്ടുകൾ പാടി നിങ്ങളെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഓർക്കസ്ട്ര വായിക്കുന്ന പല പ്രഗത്ഭരുമുണ്ട്. നോർത്ത് അമേരിക്കയിൽ കുറേ വർഷങ്ങളായി പല സ്റ്റേജുകളും പല ലെജൻസിൻ്റെയും കൂടെ അവർ അക്കമ്പനി ചെയ്യുന്നത് നിങ്ങൾ പല സ്റ്റേജുകളിലും കണ്ടിട്ടുണ്ടാവും. അവരെ ഞാൻ ഓരോരുത്തരെയായിട്ട് പിന്നീട് പരിചയപ്പെടുത്താം. I know it's a noble cause that you are conducting this program. പ്രത്യേകിച്ച് ഒരു ചാരിറ്റി വർക്ക് നടത്തുന്ന ഈ സംഘടനയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കേരളപ്പിറവിയോടനുബന്ധിച്ച് നടത്തിയ ഈ പ്രോഗ്രാമിന് കേരളം കേരളം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ഞങ്ങൾ ആദ്യമായി പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. So I would like to invite Shalini, Rajendran and Sridevi onto stage. Put your hands together for them and let's welcome. നമുക്കറിയാം, എല്ലാവരും ഈ പാട്ട് ഒട്ടനവധി സമയത്ത് കേട്ടിട്ടുള്ളതാണ്. ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത് ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ ഏകദേശം late 70s ഇറങ്ങിയ പാട്ടാണ്. Hope you will enjoy the first song. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകിളി സരനമാനൻ കേരളം 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 കേളികൊട്ടുയരുന്ന കേരളം കേളി കദംബം പൂക്കും കേരളം കേരകിളി സദനമാനൻ കേരളം. പൂവണി
താങ്ക് യു എവരി വൺ. ആദ്യത്തെ പാട്ട് ഇഷ്ടപ്പെട്ടോ? കേരളത്തെ പറ്റിയായിട്ട് താങ്ക് യു. ഇതിൻ്റെ പുറകെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒട്ടനവധി പാട്ടുകൾ ഞങ്ങൾ ഇവിടെ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത പാട്ട് ശാലിനിയെ ക്ഷണിക്കുന്നു. ശാലിനിയെ പറ്റി ബ്രീഫായിട്ട് മാത്രം ഞാനൊന്ന് പറയട്ടെ. ഈ സ്റ്റേജിൽ തന്നെ വന്ന് ഒട്ടനവധി പ്രോഗ്രാമുകൾക്ക് ശാലിനി പാടിയിട്ടുണ്ട്. KG യേശുദാസ് മുതൽ ഒട്ടനവധി ലെജൻസിൻ്റെ കൂടെയും നോർത്ത് അമേരിക്കയിലും അങ്ങോളം പാടിയിട്ടുണ്ട്. ജനിച്ചു വളർന്നത് അറബി രാജ്യത്താണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. പക്ഷെ ഒരു വാക്ക് പോലും അറബി അറിയില്ല. ഞാൻ തമാശ പറഞ്ഞതാണോ. എനിവേ, കൈരളി ചാനലിലെ ഗന്ധർവ സംഗീതം എനിക്ക് തോന്നുന്നു ഏറ്റവും ഫസ്റ്റ് ടൈം അവർ നടത്തിയപ്പോൾ അതിലെ റണ്ണറപ്പായിരുന്നു. മ്യൂസിക്കൽ മാസ്റ്റേഴ്സൊക്കെ ചെയ്ത് ഒട്ടനവധി സ്റ്റേജുകൾ ഷെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പെർഫോം ചെയ്തിട്ടുള്ള ശാലിനി ഇപ്പോൾ പാടാൻ പോകുന്ന പാട്ട് ഏതാ പറഞ്ഞോ? മൈനാകം. ഓക്കെ, മൈനാകം എന്ന് പറഞ്ഞ പാട്ട് ആരാണ് ഒറിജിനലി പാടിയതെന്ന് അറിയാമോ? എസ് ജാനകി. ഏത് മൂവിയിലെന്ന് അറിയാമോ? കൃഷ്ണ. യാ. സോ ഹോപ്പ് യു വിൽ എൻജോയ് ദാറ്റ് സോങ്.
ഇഷ്ടപ്പെട്ടായിരുന്നോ? ഓക്കെ. അപ്പം ഞാൻ ശാലിനിനെ പറ്റി ആദ്യം പറഞ്ഞതൊന്നും നുണയായിരുന്നില്ല അല്ലേ? തെളിയിച്ചില്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി ശാലിനീനെ എന്തായാലും പാടാൻ വിളിച്ചതല്ലേ, ഒരു പാട്ട് കൂടെ പാടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാനും കൂടെ ആ പാട്ടിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. മൺമറഞ്ഞു പോയ ജോൺസൺ മാസ്റ്റർ, ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാർ സ്റ്റേജിൽ 1-2 ആൾക്കാരുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ജോർജ് ചേട്ടൻ ഒട്ടനവധി സ്റ്റേജുകളിൽ ഒട്ടനവധി ലെജൻസിൻ്റെ കൂടെ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ പുറകെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു തന്നോ മാത്രം. ജോൺസൺ മാസ്റ്ററുടെയും അതുപോലെ തന്നെ കൈതപ്രത്തിൻ്റെ വരികളാണ്. സല്ലാപം എന്ന് പറഞ്ഞ മൂവി കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രിക വസന്തം എന്ന് തുടങ്ങുന്ന പാട്ട് ശാലിനിയോടൊപ്പം പാടാം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമാ പ്രിയ തോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം മലർശരമേറ്റ മോഹമാണു ഞാൻ കൊതി പൂണ്ടണയും മൃദുല വികാര ബിന്ദുവാണു ഞാൻ ഏകാന്ത ജാലകം തുറക്കൂ ദേവി നിൽപ്പൂ
തമ്മിൽ കണ്ടു മണിമുകിലായി പറന്നുയർന്നു പിന്നെ കാണും നേരം പുതുമഴ പോലെ പെയ്താലിഞ്ഞു ഞാൻ ദിവ്യാനുരാഗമായി ഉലകം പൂത്തുപോയി ഒഴുകും പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം നിന്നെ കുറിച്ചു ഞാൻ പാടുമേ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമാ പ്രിയത്തോഴി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം Hope you enjoyed that song. അതുപോലെ തന്നെ എത്ര മനോഹരമായിട്ടാണ് ഈ ഓർക്കസ്ട്ര ഇവരൊക്കെ വായിച്ചത് അല്ലേ? ജോർജേട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത് നമ്മുടെ നാട്ടുകാരനാണ്, ഈ നാട്ടുകാരനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള, നമ്മളെല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കുന്ന റോയ് ചേട്ടൻ. എത്രയോ വർഷങ്ങളായിട്ട് ഈ ഗിറ്റാറും കയ്യിൽ പിടിച്ച് നമ്മളെ എല്ലാവരെയും രസിപ്പിക്കുന്നു, ആസ്വദിപ്പിക്കുന്നു. കോശി കുര്യൻ എന്ന ഒഫീഷ്യൽ നെയിമുള്ള റോണി ചേട്ടാ, താങ്ക് യു. അടുത്ത പാട്ട് നമ്മളിവിടെ തുടങ്ങിയപ്പോൾ തന്നെ ഒരാളെ കൂടെ കണ്ടായിരുന്നു അല്ലേ? ശ്രീദേവി എന്നാണ് ആ സിംഗറുടെ പേര്. ശ്രീദേവി ഒരു മ്യൂസിക് ടീച്ചറാണ്, ഇപ്പോൾ പിള്ളേർക്ക് പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഏരിയയിലെ പ്രോഗ്രാമുകളിലൊക്കെ ഒട്ടനവധി പാടിയിട്ടുള്ള ആളാണ് ശ്രീദേവി. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ശ്രീദേവി. പുട്ട് യുവർ ഹാൻഡ്സ് ടു ദ ഫ്ലോർ. ശ്രീദേവി പാടാൻ പോകുന്ന പാട്ട് ചില്ലറ പാട്ടല്ല, നമ്മുടെ രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്കറിയാം രവീന്ദ്രൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഏത് ലെവലിലുള്ള പാട്ടാണ് വരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീദേവി ഏത് പാട്ടാണ് പാടുന്നത്? വാർമുകിലെ എന്ന പാട്ടാണ്. എല്ലാവരും ശ്രീദേവിയെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഓവർ ടു ശ്രീദേവി.
Thank you. Are you enjoying the songs? Okay, I want to acknowledge our America region, World Malayalee Council America region President Jinesh Thampi, along with his wife. They are here, and I really want to appreciate, and of course, our General Secretary, C.G. John, is our own, and C.G., welcome again. Thank you. Continue to enjoy the show. രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടാണ് നിങ്ങൾ കേട്ടത്. ഇനിയും ഞാൻ പാടാൻ പോകുന്ന പാട്ടും രവീന്ദ്രൻ മാസ്റ്റർ തന്നെ സംഗീതം ചെയ്ത ഒരു പാട്ടാണ്. കൈതപ്രം മാറി Wmc-Pa എന്നുള്ളൂ ഈ പാട്ടിൽ. പഴയ ഒരു സോങ്ങാണ്, ശ്രീലതികകൾ എന്ന് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് സോങ്സാണ് ഇഷ്ടം കേൾക്കാൻ? പലർക്കും പല രീതിയിലായിരിക്കും. നമ്മൾ തുടക്കമായതുകൊണ്ടാണ് കുറച്ചിങ്ങനെ മെലഡി അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ അങ്ങനത്തെ പാട്ടുകൾക്ക് പോകുന്നത്. ഒരു ഹാഫ് ടൈമൊക്കെ ആകുമ്പോൾ കുറച്ച് അടിപൊളി സോങ്സ് ഒക്കെ പാടാമെന്ന് വിചാരിക്കണം. അത് ഓക്കെയാണോ? അതിലിരുന്നാടു കനകരിവികളിലെഴുതിയ കവിതകൾ ഗുരു ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാക്കിളി മകളെ തേൻ കുറുമൊഴിയെ അറിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകരിവികളിലെഴുതിയ കവിതകൾ ഗുരു ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. പാടുമൊരു രാഗമായി തുണരു നീ കോരിതരള നാളമായി മധുരഭാവമായി ഹൃദയഗീതമായി വരിക ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ. സരിമ സരിമ പ സരിമ പനി സരിമ പനി സ സരിമ പനി സരിമ പനി സരിമ പ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ. പൊൻതിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരു നീ ഓരിതൻ കരളിലാകവെ മലയ സാനുവെ നിറനിലാവുമ്പോൾ വരിക ഏഴു പൊൻതിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരു നീ. പമരി പമരി സ പമരി സരി പമരി സരി പ
പമല ആ ആ ആ ശ്രീലതികകൾ തളിരണിഞ്ഞുണയവേ വാക്കിളിമകളെ തേൻ കുറുമൊഴിയെ അറിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിപികളിൽ എഴുതിയ കവിതകൾ അഴുകൊരു ശ്രീലതികകൾ തളിരണിഞ്ഞുണയവേ ശ്രീലതികകൾ തളിരണിഞ്ഞുണയവേ ശ്രീലതികകൾ തളിരണിഞ്ഞുണയവേ. താങ്ക് യു. പാട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ഗ്യാപ്പ് വരുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മളെത്ര ഇവിടെ നിന്ന് പാടിയാലും അത് സ്വരമാധുര്യത്തോടുകൂടെ പുറത്ത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. എവിടെ പോയാലും പ്രത്യേകിച്ച് ഞാൻ മറന്നുപോകുന്ന അതൊരു കാര്യം. അതുകൊണ്ട് അവിടെ ബാക്കിൽ ക്രിയേറ്റീവ് ഇവൻസിൻ്റെ അനൂപും സംഘവും ഉണ്ട്. അനൂപിനൊരു കയ്യടിയും കൂടെ കൊടുക്കാൻ നിങ്ങൾക്കാണ്. അടുത്ത പാട്ട് ശ്യാമമേഘമേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. KS ചിത്രയാണ് ഇതും പാടിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിഥി എന്ന് പറഞ്ഞ അതിബൻ എന്ന് പറഞ്ഞ ഒരു മൂവിയിലാണ് ഈ പാട്ട് വന്നത്. ശ്യാമമേഘമേ എന്ന് തുടങ്ങുന്നത്. I would like to invite Shalini for singing that song. ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴവിളി പലനേയും നദി തന്റെ ഹൃദയം പുളകം ഞൊറിയുകയായി സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ? ശ്യാമമേഘമേനി സഗമപ സ്നേഹദൂതുമായി വാ നിപമപ കാളിന്തി തടത്തിൽ സഗമപ പ്രേമഹർഷമായി. Gama pa gama pa ni ma pa ni sa ga sa ni sa ma gama sa ga sa ni sa pa ni pa ma pa ni ma pa ma ni sa gama sa ga sa edo harida ni gunjathil pallaviyaayadu neeyallo ആരാമത്തിൽ കുസൃതിപ്പോ കാറ്റും മണവും നീയല്ലോ അകതാരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദയത്തിൻ സൗവർണ്ണ കിരണങ്ങൾ വിതറുന്ന പൂവായി മനസ്സിൽ വിരിയൂ. സരിഗ സമഗ പമ മപനി പനി സനി സഗ സ ശ്യാമമേഘമേനി യദുകുല സ്നേഹദൂതുമായി വാ ഇതുവഴി കാളിന്തി തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി. Sa ni sa ga sa ni pa ni pa ma pa ni pa sa ni pa ma ga
നമ്മളിന്ന് ഒരു 1.5 hour പ്രോഗ്രാമാണ് പറഞ്ഞിരുന്നത്. എന്നാലും ഓൾമോസ്റ്റ് ഒരു 1.25-2 മണിക്കൂർ നേരത്തേക്കുള്ള പാട്ടൊക്കെ ലിസ്റ്റ് ചെയ്ത് ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അറിയിപ്പ് കിട്ടി, നേരത്തെ തീർക്കേണ്ടി വരും, ആൾക്കാരൊക്കെ പോയി തുടങ്ങിയെന്ന്. പാട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ അത് ഡാൻസ് കഴിഞ്ഞാണോ നമുക്കറിയില്ല. ഇവിടെ ഒരു 10-25 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കണമെങ്കിൽ ഞങ്ങൾ പാടും. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ പെൻസിൽവാനിയ പ്രൊവിൻസ്, അങ്ങനെയാണോ പറയാ, ഇതേ ഇവിടെ നമ്മുടെ പരിചയക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ന്യൂജേഴ്സിയിൽ. അപ്പോൾ നമ്മുടെ പെൻസിൽവാനിയ പ്രൊവിൻസിൻ്റെ നിങ്ങളുടെ എല്ലാമായ മിസ്റ്റർ റെനി ജോസഫാണ് അടുത്തൊരു പാട്ട് പാടുന്നത്. എൻ മനോഫലകങ്ങളിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ റെനി. നാട്ടുകാരനായതുകൊണ്ട് കൈയടിക്കാതിരിക്കേണ്ട, നന്നായിട്ടൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയാ വളരേണമേ യഹോവേ. മോശയാ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ, മോശയാ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ, മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു നിൻ മുൻപിൽ ഞാൻ. എന്റെ പാപമകറ്റണമേ എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയാ വളരേണമേ യഹോവേ. എന്റെ ഈ ശരീരവും
പൊതിഞ്ഞിടുവാൻ എൻ്റെ ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ മുകളിൽ നീ മുകിലുപോ പരന്നൊഴുകണേ ഈ മരുഭൂവിൽ പാറയിൽ വെള്ളമാ എൻ്റെ ദാഹം തീർക്കണമേ എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതീ ചെടിയാ വളരണമേ യഹോവേ. അടുത്തത് വീണ്ടും നമുക്ക് രവീന്ദ്ര മാസ്റ്റർ എന്നെ വേറൊരു സോങ്ങിലേക്ക് പോവാം. രാമായണക്കാറ്റ് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഒരു സെമി ഓളം അല്ലേ? നമുക്ക് അങ്ങനെ തുടങ്ങാം പതുക്കെ. ഡാൻസ് ഒക്കെ ചെയ്യാനൊക്കെ വരുമോ ആൾക്കാർ അവസാനം? ഹേയ് ഞങ്ങൾ ആ ടൈപ്പല്ല എന്നാണ്. എനിവേ നമുക്ക് ആ പാട്ടിലേക്ക് കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടുകാരായ സുധീർ, അതുപോലെ തന്നെ ജനേഷ് തമ്പി, അങ്ങനെയൊക്കെ എനിക്ക് എല്ലാവരും കാണാത്തതുകൊണ്ടാണ് കേട്ടോ ആരെയും പേരൊന്നും പറയാത്തത്. ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. സന്തോഷം അവരെയൊക്കെ കാണുന്നതിൽ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ജല ജുമാ ജുമാന തുള്ളിത്തുളുമ്പും മംഗളമേളങ്ങൾ ആടിത്തകർക്കും സിന്ധുവും ഗംഗയും പാടുമ്പോൾ കാവേരി തീരങ്ങൾ പൂക്കുമ്പോൾ സ്വരങ്ങളിൽ വരങ്ങളും മതങ്ങളായി നിറഞ്ഞുവ രാമായണക്കാറ്റേ നീലാംബരിക്കാറ്റേ.
പദങ്ങളായി നിറഞ്ഞുവ രാമായണക്കാറ്റേ എൻ നീലാംബരിക്കാറ്റേ രാമായണക്കാറ്റേ എൻ നീലാംബരിക്കാറ്റേ തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ കുങ്കുമം പെയ്യുമീ വേളയിൽ രാഗിബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ എൻ നീലാംബരിക്കാറ്റേ രാമായണക്കാറ്റേ എൻ നീലാംബരിക്കാറ്റേ. താങ്ക് യു. താങ്ക് യു. ഏറ്റവും നല്ല പാട്ടുകൾ തന്നെയാണ് ശാലിനിയാണ് പാടുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ശാലിനി ഓൺ ടു സ്റ്റേജ് ഫോർ ദാറ്റ് ഹിന്ദി മെഡലി. നമുക്കറിയാവുന്ന പിയാത്തോ അതുപോലെ തന്നെ ഏ മേരെ ദിൽ ദമ്മരുദം അങ്ങനത്തെ 2-3 പാട്ടുകൾ ശാലിനി അടിച്ചു പൊളിക്കും. पिया तू हो अब तो आजा है मुनिको पिया तू तो जा 16 सावन बहके आके बुझा जा तन की ज्वाला ठंडी हो जा ऐसे गले लगा जा मुनिको oh my darling ये सिखाए कि मतलब मुनिको oh my darling दिल वो चाहे जिसे उसे पाए प्यार वो यार के जो नाम पे ही मिट जाए दिल वो चाहे जिसे उसे पाए प्यार वो यार के जो नाम पे ही मिट जाए जान ले बदले में जान लो नजराना ये मेरा दिल प्यार का दीवाना 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 प्यार का परवाना आता है मुझको प्यार में जल जाना मुश्किल है प्यारे तेरा बच के जाना ये मेरा दिल प्यार का दीवाना 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 प्यार का परवाना दुनिया ने हमको दिया क्या दुनिया से हमने लिया क्या हम सब के परवाह करें क्यों सबने हमारा किया क्या दुनिया ने हमको दिया क्या दुनिया से हमने लिया क्या हम सबको परवाह करें क्यों सबने हमारा किया क्या
ലോങ് ഐലൻഡിലാണ് ശാലിനി താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ദൂരം വന്നിട്ട് നമ്മൾ കുറച്ച് മുതലാക്കാതെ പറഞ്ഞത് ശരിയല്ലല്ലോ അല്ലേ? കുറച്ച് സ്വരങ്ങളൊക്കെ നേരത്തെ പനി സെൻറ്റൻസൊക്കെ എന്താണ് പാടിയെന്ന് കുറച്ച് നേരത്തെ നിങ്ങൾക്കറിയാം. ലൈവ് പാടുമ്പോൾ ഈസി അല്ല അത്ര സ്പീഡിൽ അതൊക്കെ പാടുകയെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഒരു 2-3 ആഴ്ച മുമ്പ് ഈ സെയിം ഓർക്കസ്ട്ര വെച്ചിട്ട് വാഷിങ്ടൺ DC ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ ഒട്ടും തെറ്റിയില്ല, നന്നായിട്ട് പാടി. പ്രാക്ടീസ് ചെയ്തപ്പോൾ നന്നായിട്ട് പാടി. എനിവേ അതൊക്കെ ഇനിയിപ്പോൾ എന്നെ കളിയാക്കാനുള്ള ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടാണ് ഞങ്ങളിപ്പോൾ പാടാൻ പോണത്. ഇളയരാജയുടെ മ്യൂസിക്കൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അല്ലേ? അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട SPB സാർ ഈ ലോകത്തെ വിട്ടുപോയി പാൻഡമിക്കിൻ്റെ തൊട്ടു പിന്നാലെ. അദ്ദേഹം പാടി ഫേമസ് ആക്കിയ പാട്ടാണ് വളയോസെ എന്ന് പറയുന്നത്. അതിനകത്തുണ്ട് കുറച്ച് കലപിലയൊക്കെ. അപ്പോൾ നമുക്ക് തെറ്റുമെന്ന് നോക്കാം. എനിവേ അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ നേരത്തെ ഞാൻ അനൂപിൻ്റെ പേര് പറഞ്ഞു. അത് അനൂപിൻ്റെ കൂടെ തന്നെ വന്നിരിക്കുന്നത് ഡോണി, അതുപോലെ ജിനു, അതൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അവർക്കും ഈ സമയത്ത് നന്ദി പറയുന്നു. പിന്നെ വായിച്ചോ ആ സൗണ്ട് കേൾക്കണത് കേട്ടോ. പുള്ളി ഇങ്ങനെ മിണ്ടാതിരുന്ന് അവിടെ ഇരുന്ന് വായിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ബേസ് ഗിറ്റാർ വായിക്കുന്ന നമ്മുടെ ബിനോയ് ഭായ്. സംസാരം കുറവാണ്, പുള്ളിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ സ്ട്രിങ്ങിലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ബേസ് ഗിറ്റാർ വായിക്കണത്? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. സാധനം അറിയില്ലേ? ബേസ് ഗിറ്റാറാന്ന് അറിയില്ലേ? ഓക്കെ, ഒന്ന് മുളിച്ചേട്ടാ വെറുതെ ഒന്ന്. ഈ സാധനം ഇങ്ങനെ ഭൂ ഭൂ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആളാണ് അതിൻ്റെ ഉത്തരവാദി. സോ ഒരു കയ്യടി അദ്ദേഹത്തിനോടൊക്കെ. അനൗൺസ് ചെയ്ത പാട്ട് ആദ്യം പാടട്ടെ, എന്നിട്ട് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് വിവരമുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ സൈഡിലുള്ള ആൾക്കാരെ കൂടെ പരിചയപ്പെടുത്താം. ചിരിക്കുന്ന ഈ കുട്ടപ്പൻ ആരാന്നറിയാമോ? ഗുരുവോ? വിജയണ്ടാശനാണോ? ഈ ബിജു എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് മ്യൂസിക്കിലൂടെയല്ല. ഞാൻ കുറച്ചൊക്കെ വോളിബോൾ കളിക്കാൻ പോയിരുന്നു. ഇവിടെ ഒരു വലിയ ലീഗ് നടക്കുന്നുണ്ട് എല്ലാ വർഷവും, മെമ്മോറിയൽ വീക്കെൻഡിൽ. ജിമ്മി ജോർജ് എന്ന് പറഞ്ഞ ഒരു വർഷം അദ്ദേഹമായിരുന്നു മോസ്റ്റ് വാല്യൂഡ് പ്ലെയർ, MVP. അപ്പം അതുകൊണ്ട് സർവകലാവലഭനാന്നുള്ളത് ഫിലദൽഫിക്കാരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിവേ ഒരു കയ്യടി വീഴ്ചയാണ്. പിന്നെ ഇവിടെ വേറൊരു പുലിക്കൊട്ടനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആര് നാട്ടിൽ നിന്ന് ലെജൻസ് ടൂർ വന്നാലും വളരെ അത്യാവശ്യം ഉള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. തൊട്ട് മുമ്പേ ഗസ്റ്റ് ഷോ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏത് ഷോയിലായാലും പുള്ളി ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് ഒരു 3-4 ആൾ കൈകാര്യം ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആൾ ഒറ്റയ്ക്ക് ചെയ്യും. നിങ്ങൾ കുറച്ചുകൂടെ പൈസ കൂടുതൽ കൊടുത്താൽ അതിനൊക്കെ വേറെ വേറെ ആൾക്കാർ വിളിക്കും. ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്. എന്നാലും ഞാൻ ഒട്ടും അതിശയോക്തി പറഞ്ഞതല്ല. ഒരു 3-4 ആൾ അല്ലെങ്കിൽ 2-3 ആൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ചുറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം കൊടുക്കുന്നത് ഓരോ പാട്ട് കഴിയുമ്പോഴും. മിസ്റ്റർ റോണി കുര്യൻ. ഇനിയിപ്പോൾ ഞാൻ ഇതിപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞു തീർത്ത് വേറൊന്നുമല്ല. ഇനിയും ആൾക്കാരൊക്കെ എണീറ്റ് പോയി കഴിഞ്ഞാൽ ആരൊക്കെ അവിടെ പ്ലേ ചെയ്തതെന്ന് അറിയണ്ട, അതിനു വേണ്ടി പറഞ്ഞത് മാത്രം. അപ്പം മൊത്തം ഓർക്കസ്ട്രയ്ക്ക് ഒരു കൈയടി കൊടുക്കാം. അതൊക്കെ വലയോസൈ കളകളകളവെന്ന കവിതകൾ പഠിക്കത് കുളുകുളുതണ്ടൽ കാറ്റും വീസത് சில நேரம் சிறு சிறு சிறியன சிறு விரல் படபட துடிக்குது எங்கும் வேகம் கூசுது சின்ன பெண் பெண்ணல்ல வண்ண பூந்தோட்டம் கொட்டட்டும் இழந்தான் என்று காதல் தேரோட்டம் வலையோசை கலகலகலவென கவிதைகள் படிக்கிறது குளுகுளுதண்டல் காற்றும் வீசுது சில நேரம் சிறு சிறு சிறியன சிறு விரல் படபட துடிக்குது எங்கும் வேகம் கூசுது
ஒரு காதல் கடிதம் விழிப்போதும் உன்னை காணும் சபலம் வரக்கூடும். நீ பார்க்கும் பார்வைகள் பூவாதும் நெஞ்சுக்குள் தைக்கின்ற முள்ளாதும். கண்ணே என் கண்பட்ட காயம் கை வைக்கத்தானாக ஆறும். முன்னாலும் பின்னாலும் தள்ளாடும் செம்மேனி எம்மேனி உன் தோளில் ஆடும் நாள். மலையோசை கலகலகலவன கவிதைகள் அடிக்கிறது குழு குழு தென்றல் காற்றும் வீசுது. சில நேரம் சிலு 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 என சிறு விரல் படபட துடிக்குது எங்கும் தேகம் கூசுது. சின்ன பெண் பெண்ணல்ல வண்ண பூந்தோட்டம் கொட்டட்டும் நீளந்தான் என்று காதல் தேரோட்டம். வளையோசை கலகலகலவன கவிதைகள் படிக்கிறது குழு குழு தென்றல் காற்றும் வீசுது. லா 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 லா. லா 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 லா. லா 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 லா. உன்னை காணாதுருகும் நொடி நேரம் பல மாதம் வருடம் என மாறும். நீங்காத ரீங்காரம் நான் தானே நெஞ்சோடு நெஞ்சாக நின்றேனே. ராகங்கள் தாளங்களோடு ராஜா உன் பேர் சொல்லும் பாரு. சிந்தாமல் நின்றாலும் சென்றேனே சங்கீதம் உண்டாகும் நீ பேசும் பேச்சில் தான். மலையோசை கலகலகலவென கவிதைகள் படிக்கிறது குழு குழுதென்றல் காற்றும் வீசுது. சில நேரம் சிலு 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 என சிறுவில் படபட துடிக்குது எங்கும் தேகம் கூசுது. சின்ன பெண் பெண்ணல்ல வண்ண பூந்தோட்டம் கொட்டட்டும் இழந்தான் என்று காதல் தேரோட்டம். மலையோசை கலகலகலவென கவிதைகள் படிக்கிறது குழு குழுதென்றல் காற்றும் வீசுது. சில நேரம் சிலு 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 என சிறுவிரல் படபட துடிக்குது எங்கும் தேகம் கூசுது. താങ്ക് യു. ഇപ്പോൾ റാഫിളിനുള്ള സമയമാണ്. സോ എ വെരി ഷോർട്ട് ബ്രേക്ക്. സോ വിൽ ബി കമ്മിങ് ബാക്ക്. സ്റ്റേ ട്യൂൺ. ഇരിക്കില്ല എല്ലാവരും ഇവിടെ? ഓക്കെ. അധികമൊന്നും പാടുന്നില്ല. ഒരു 3-4 നല്ല പാട്ടുകൾ പാടിയിട്ട് നമുക്ക് ടുനൈറ്റ് അവസാനിപ്പിക്കാം. Are you all enjoying the show? Yes, great, great. Now the next part is the raffle draw. As part of this spectacular event, we are thrilled to present the highly anticipated raffle ticket draw. During this thrilling draw, you have the chance to win exciting prizes that will make your heart skip a beat. The raffle draw is just not about winning incredible prizes, but also about supporting the vibrant cause. Proceeds from the raffle will go towards supporting a great cause. Thank you all for your generosity and participation. I'm going to announce the prizes now. The prizes are sure to leave you breathless. First prize, 1 round ticket to India worth $1,000. Second prize, 4 Phillies box office ticket with paid dinner and free parking worth $650. And third prize is cash prize. So for the raffle draw, now I invite our president, Mr. Rene Joseph, treasurer, Dr. Annie Abraham, program coordinators, Ashita Srijit and Soya Nair to the stage. To draw the first prize, I would like to invite Mr. Jinesh Thambi, AR president, to the stage for the raffle drawing, and Reverend Reggie Yohanan to present the first prize. അടിക്കുന്നവരുടെ പേര് എൻ്റെ കൂടെ ടിക്കറ്റ് കൊണ്ടുവന്നാൽ പ്രൈസ് ഇപ്പം തന്നെ കിട്ടും. അല്ലെങ്കിൽ യു ഹാവ് ടൈം ഫോർ അറ്റ്ലീസ്റ്റ് 7 days or week to present the ticket and claim your prize. The first prize is sponsored by Global Travel.
Mr. Reggie is supposed to be here, he is not, but നമ്മൾ ഒരുപാട് പേര് ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. അവർ നമ്മളെ പ്രൊമോട്ട് കമ്മ്യൂണിറ്റി ആയിട്ടും അസോസിയേഷനായിട്ടും ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ തിരിച്ചങ്ങോട്ടും ചെയ്യുക. സോ നമ്മുടെ നാട്ടിലേക്ക് പോവുക, വിസ സർവീസസ് അങ്ങനെ ഉള്ളപ്പോൾ പ്ലീസ് റിമെമ്പർ ഗ്ലോബൽ ട്രാവൽ ഇൻ ഫിലഡൽഫിയ. താങ്ക് യു. Okay, first of all, let me congratulate the fantastic Pennsylvania province for organizing such a fabulous program. Oru kayyadi, please. On behalf of World Malayalee Council America region, ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ഈ ഇരുട്ടിൻ്റെ മറവിൽ നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവരും കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇറ്റ്സ് എ വെരി വെൽ അറ്റൻഡഡ് ക്രൗഡ്. എപ്പോഴും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് നിന്നിട്ടുള്ളതാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഇങ്ങനെ അനുഗ്രഹീതരായ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ ഒരു ചാരിറ്റി ഇനീഷ്യേറ്റീവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ പെൻസിൽവേനിയ നഗരത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ ഇങ്ങനെ നല്ലൊരു ഇനീഷ്യേറ്റീവ്, റെനി, സിനു, എല്ലാവരും പേരെടുത്ത് ഞാൻ പ്രത്യേകം ഓരോരുത്തരെയും പറയുന്നില്ല, സിജു, കൺഗ്രാറ്റ്സ് അഗെയിൻ. ഇനി വിന്നർ എൻ്റെ സിസ്റ്ററിൻ്റെ പേരാണ് സുമി ജമാൽ. ഷീ ജസ്റ്റ് ലെഫ്റ്റ്. So this is the travel, the gift certificate, a round trip ticket to India. Fortunately, I am the one who invited Sumi, and she is my college mate too, and so I'm so happy. And once again, cheers to global travel. So I guess we move to the next one. Just for information, if the winners don't present a ticket, this prize will be given to charity, like the amount will be given to charity. We'll auction the ticket and the prize will be given to charity. To draw the second prize, I would like to invite Mrs. Sinu Nair, Wmc-Pa Province Chairman, to the stage. And to give the prize, I would like to invite Mr. Steve Valicho from Always an Angel Home Care. Would you please play that the video? And while Steve is a good friend, we have been friends for a couple of years now. They own a home care franchise, and if any one of you, especially many of us, are in the medical field, and whether you're looking for a business opportunity, whether it's in Pennsylvania or any other state, please contact Always an Angel. And a good friend, Steve, thank you so much for being a sponsor. We're going to recognize you. Thank you. And the prize is actually for the Phillies game, family of 4 box tickets with a dinner and cap and many other things. So thanks to Phillies for being the second prize raffle. Good evening, everyone. എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഇത് വളരെ ഒരു അഭിമാന നിമിഷമാണ്. ഇവിടെ WMC പെൻസിൽവാനിയ പ്രോവിൻസ് അഭിമാനപൂർവ്വം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച റിഥമിക എന്ന ഈ സംഗീത നൃത്ത പരിപാടി, അതോടൊപ്പം പല കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇതിന് എല്ലാവരോടും WMC പെൻസിൽവാനിയ പ്രോവിൻസിൻ്റെ ലീഡർഷിപ്പ്, ഇൻക്ലൂഡിങ് റിനെ ജോസഫ്, സെക്രട്ടറി ബിനു, ട്രഷറർ ആനി, അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റ് ചെയ്ത മൈ വെരി ഗുഡ് ഫ്രണ്ട് ആഷിത ആൻഡ് സോയ, അവർക്ക് 2 പേർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും WMC പെൻസിൽവാനിയ പ്രോവിൻസ് ചെയർപേഴ്സൺ എന്ന രീതിയിലുമുള്ള കൺഗ്രാജുലേഷൻസ് അറിയിച്ചു കൊള്ളുന്നു. വളരെയധികം അഭിമാനമുണ്ട് നമ്മുടെ കേരള പിറവിയോടനുബന്ധിച്ച് ഈ നടത്തിയ ഈ പ്രോഗ്രാം. നിങ്ങളെല്ലാവരും വന്നതിന് എല്ലാവരോടും ഹൃദയപൂർവ്വത്തിലുള്ള നന്ദി എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇത് കേൾക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഈ നമ്പർ കേൾക്കാനാണെന്ന്. സോ ദ സെക്കൻഡ് പ്രൈസ്, ദ നമ്പർ raffle number 240, the name AC Raju. Annie has the ticket. She gave the ticket to Mr. AC Raju, but she has the physical ticket here, so I think we can give the prize. Where's the prize?
Great. So for the third prize, I would like to invite Mr. Santosh Abraham, our advisory chair and AR publicity chair, to the stage. And we had several sponsors, and notably one among them was my good old friend of 20 years, Mr. Mark Lewis, and he belongs to New York Life. And for any financial advices, whether it is financial planning, life insurance, anything, Mark is a man. I can vouch for him. And he came all the way from New York with his team. I think, what's your name? Andrea from Pennsylvania, Puran, right? And thank you so much for coming here. And the third prize, thank you. Because, without the sponsors, this would not have been possible. So thank you for all the sponsors. And who's going to go? Okay. 200. Okay. Third prize goes to Biju Daniel. Ticket number 12. So again, that ticket was taken through me. Biju and Bindu, are you there? No? So I guess $250. And Mark, yeah, I know, but they must have left. But anyway, Mark, is there anybody want to accept? Yeah, okay. So, Bindu, ഇവിടെ ഉണ്ടോ? Oh, look at that. So, that's Arvind. So, please stay back. Santosh, one second. As when we decided as World Malayalee Council Pennsylvania Province to have this Rythmika 2023, we were intending to support some charity. And in the last minute, we have identified Gilgal Ministry, which we have seen the video. I believe Pastor Prince is here. Did he leave? Are you here? So we're going to donate $5,000 out of today's proceeds to that ministry. And I'll tell you, all our team members really worked hard to make this happen. Millie, would you mind just joining us with us in the stage for a minute? And Siju too. Achan, onnu varamo, please. And it is indeed a proud moment for all our members. Everybody worked really hard. But I tell you, the team with Ashita and Ashita Srijit and, where is she? No, it's not there? Okay. Soya, are you there? Okay. Their team, Ashita under the Culture Forum and Soya under Literacy Forum, their team worked very closely with our secretary. I can't be more prouder than Dr. Binu Shajipon. She has been a phenomenal leader. And of course, our treasurer, Dr. Annie Abraham, with all the, and chairman, Madam Sinu Nair. And we all worked together to make this evening happen. I'm sure we're light on crowd, but I think all of you enjoy the evening and will continue to enjoy. And Achan, thank you for joining us on the stage. And Pastor, you are doing a phenomenal job in the ministry in Gilgal. We're proud of you, and may God continue to bless in the ministry in the days to come. And I request Achan to hand over this $5,000 check to Gilgal Ministry. Please. Over to Dr. Binu Shajiman for word of thanks. Please don't leave as we have a few more songs to continue. Honorable guests, ladies and gentlemen, I would like to take this opportunity to express my heartfelt gratitude to everyone who have made this event a success. It's an honor to stand here today and propose a vote of thanks. On behalf of Wmc-Pa Province and entire Rythmika team, we humbly extend our heartfelt gratitude to each and every one of you for joining us tonight in this glorious celebration of talent, culture, and unity. First and foremost, we thank God Almighty for His divine blessings that have made this evening possible. It is through His grace and guidance that we have been able to bring together such a magnificent gathering of artists,
performers, sponsors, and supporters. So to start with, I would like to thank our esteemed guests for gracing us with their presence. At this moment, I would like to take this opportunity to recognize and thank our eminent leaders from various organizations. Mr. Jinesh Thambi and his wife, Mrs. Reshma Jinesh. Mr. Jinesh Thambi is the AR President. Mr. Siju John, AR General Secretary. Ms. Millie Phillip, AR Women's Forum Chair. Mr. Santosh Abraham, AR Publicity Chair. He was also the founding chairman of the Wmc-Pa province and now serving as the advisory chair. We have some of our members who are representing the America region, Siju John and Millie Phillip as well. Ethic Forum Chair, one of the senior most member, Mr. Thomas Matthew. Other province leaders, Mrs. Sajini Menon, New Jersey Province Executive Council member. And along with us here tonight, we have Malayalee community leaders of Greater Philadelphia region, religious leaders, Reverend Saji Mukut and Reverend Reggie Yohanan and Reverend Jacob Johnson. On behalf of Wmc-Pa province, I extend our sincere thanks to all of you for gracing us with your presence tonight. Your presence have made this event even more special. Thank you all once again. Next, I would like to thank our WMC President, Mr. Rene Joseph, Chairman, Mrs. Sinu Nair, Treasurer, Dr. Annie Abraham, Advisory Chair, Mr. Santosh Abraham, all WMC-Pa Province Cabinet and Executive Council and General Council members. On behalf of the entire team, we extend our deepest gratitude for your exceptional vision, hard work, commitment, and coordination in making this event a great success. Our president, Mr. Rene Joseph's dedication and hard work were evident as he remained focused on his task and put in a tremendous amount of efforts in making this event happen tonight. Mr. President's commitment extended beyond his personal commitment as he diligently worked to ensure the success of this event. So please give a big round of applause to all the officials. Moving on, let me take this opportunity to extend a warm welcome, a warm thank you to Mr. Dan Nainan, one of the main highlights of tonight's show. He brought laughter and joy to the evening with his exceptional comedic talent. His performance added a delightful element of humor and entertainment to the main program. We appreciate his contribution, the laughter he shared with us. His performance is truly deserving of the highest accolades and recognition. Let's give a big round of applause for Mr. Dan Nainan's amazing performance. Thank you, Dan Nainan, for being a part of this memorable event. Next, we offer our deepest appreciation to our exceptional dance team that graced the stage tonight. Our very own Nimi Das and her Bharadam Dance Academy team, Anjali Jairam with her Shiva Murali Kalashetra team, Rukmani Srijit from Natyanjali School of Dance from North Carolina, Sashra Dance Team, Team Jwala. Your performance were truly remarkable and left us in complete awe. Your dedication, skill, and passions for the art of dance have left an everlasting mark on our hearts. Let's give them a big round of applause for their outstanding performance. We also extend our sincere gratitude to the wonderful singers whose melodious voice touched our souls. Mr. Jemson Kuriakos, he introduced everyone, so nobody introduced him, so let me take this opportunity to introduce Mr. Jemson. He's a trained classical singer, performed in several public events for the last 10 years. He's a multi-talented individual. He's also an actor. He has debuted in a movie.
He plays keyboard. He has performed in several television channels. Accompanying him is Shalini Rajan from New York, Sridevi Ajit Kumar from New Jersey, and our very own President Renee Joseph. Your vocal talents have added an extra layer of magic to this evening festivities. On behalf of Wmc-Pa province, we extend our heartfelt appreciation to all of you for the enchanting melodies you shared with us tonight. Thank you all for those beautiful songs. A special acknowledgement goes to our immensely talented orchestra team. Viju Jacob on the keyboard, George Devasi on the violin, Vinoy on bass guitar, Ronnie on drums, Roy on the lead guitar. Thank you all for the outstanding performance. Your musical expertise and harmonious melody have elevated the performance to a new heights. Please give them a big round of applause. Next, I would like to extend a heartfelt thanks to Anoop from New York for the sound system and stunning LED wall that provided a visually captivating backdrop throughout the event. I'm sure you all will agree it was so beautiful and very apt to every programs. Your contribution truly enhanced the overall experience for our audience. Thank you, Anoop. A deep appreciation goes to Father Kuriakos and the Executive Committee of St. Thomas Indian Orthodox Church for graciously allowing us to utilize this beautiful parish hall for this event. Your generosity and support have been instrumental in making this evening a resounding success. Please give Father Kuriakos and the Executive Committee a big round of applause. Furthermore, we extend a gratitude to our esteemed sponsors whose support and contributions have been invaluable. Our platinum sponsor was Mr. Steve Velichko of Always an Angel Home Care, and our other contributing sponsors, Dan Thomas from Home Loans, Global Travel Air Ticket, Joseph Kunnale from KOT Law Firm, Kathy Killens from our very own Phillies team, Kennedy Auto, Mr. Lewis of New York Life, Signal 88, Philip Pretzel, Johnny's Auto. Your contribution have played a vital role in making this event possible tonight. We encourage everyone to consider these businesses and services for their needs, knowing that they have played a significant role in supporting the arts and, more importantly, supporting our community. We extend our sincere thanks for their generous support and valuable contribution. Please give them a big hand for their contribution and support. A special mention goes to Elite Indian Kitchen for their generous food sponsorship. Your delicious cuisine has delighted our taste buds and added to the overall enjoyment of the evening. Thank you, Dan and team, for the delicious food. Next, I would like to extend our sincere thanks to Mr. Santosh Abraham, Media and Publicity, Mr. Blessed Matthew, Charity Forum Chair, Sumod Jacob Photography for the excellent video photography and teasers, Mr. Saji Thomas for flyer design, Mr. Sobi Iti for ticket design. We would like to express our gratitude and appreciation to all of you for your exceptional work. Thank you. Last but not least, I would like to thank the organizers, Ms. Ashita Srijit, Culture Forum Chair, and Soya Nair, Literacy Chair, and our very own Mr. President, Renee Joseph, for their hard work and dedication in putting this event together tonight. Mr. President not only excelled in selling the highest number of tickets, but also played a vital role in securing the sponsors which contributed to the success of this event. Our Culture Forum chairs were the backbone in organizing such a beautiful event. They put in tremendous amount of efforts to ensure the success of this event tonight. On behalf of Wmc-Pa province, I would like to thank all the organizers. Please give them a very big round of applause. No doubt this
event would not have come into fruition without distribution of the tickets. A big thank you to all the members of Wmc-Pa province who helped in selling the tickets and supporting the cause of charity. And I would like to special thanks to our treasurer, Dr. Annie Abraham, for handling the accounts. Next, I would like to thank each and every one of you for joining us tonight. Without you, this event would not have been a success. So thank you all for coming out tonight, taking time from your busy schedule and helping us in fulfilling our dream of sponsoring a charity. Thank you all once again. Finally, before we conclude this incredible event, I would like to thank each and every one of you for being here today. Your support and encouragement has been instrumental in making this event a success. It has been an incredible night filled with unforgettable moments. Once again, I thank you all, and our program will continue. Thank you. അപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു 2 അല്ലെങ്കിൽ 3 പാട്ടുകൾ കൂടെ നമുക്ക് കേട്ടിട്ട് ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കാം. അപ്പോൾ രണ്ടാമത്തെ സെഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് ശ്രീദേവിയാണ് പാടിത്തുടങ്ങുന്നത്, വാൻമേഘം എന്ന് തുടങ്ങുന്നത്. ഇതാര് ചെയ്തതെന്നറിയാമോ? വാൻമേഘം കേട്ടിട്ടില്ല? ഇളയരാജ ചെയ്തതാണ്, കമ്പോസ് ചെയ്ത പാട്ടാണ്. പുന്നകൈ മന്നൻ മൂവി. അത് കേട്ടിട്ടുണ്ടോ? മൂവിയുടെ പേര് കേട്ടിട്ടുണ്ടോ? ഓക്കെ. നമ്മുടെ KS ചിത്ര ചേച്ചിയാണ് പാടിയത് അല്ലേ? ഒറിജിനലി പാടിയത്. അപ്പോൾ നമുക്ക് ആ പാട്ട് ആദ്യം കേൾക്കാം. എന്നിട്ട് നമുക്ക് 1-2 പാട്ടുകൾ കേട്ടിട്ട് ഇന്നത്തെ രാത്രി അവസാനിപ്പിക്കാം അവിടെ. താങ്ക് യു. Sangita
താങ്ക് യു. ആ പാട്ടും ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഞാൻ പറഞ്ഞ പോലെ 1, 2 അല്ലെങ്കിൽ 2, 3 പാട്ടുകളാണ് പാടുന്നത്. കുറച്ച് സ്പീഡായിട്ടുള്ള പാട്ടുകളിലേക്ക് നമുക്ക് വരാം. ജയിലർ എന്ന് പറഞ്ഞ മൂവി ആരൊക്കെ കണ്ടോ? ഓക്കെ. അപ്പോൾ ജയിലർ എന്ന മൂവിയിലെ പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് ശാലിനെ ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻകറേജ് ചെയ്യണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. കേട്ടോ? ഈ പാട്ടിന് വെറുതെ ഇരുന്നാ പോരാ. You have to dance. Come on. ராவெல்லாம் லாங்காவுதே, ராபரிக்கு ராவே ரா நீ பார்த்தாலே தீயாவுதே, தீ பிடிக்க ராவே அச்சுத்தா முறைச்சா அச்சுத்தா குறைச்சா இச்சுத்தா மறைச்சா மிச்சமில்லம்மா மச்சமே நுவையா மச்சமே லேதையா ఇచ్చమే నెనయ్యా మిచ్చమ్యమయ్యా వాను కావాలయ్యా నువ్వు కావాలిరా రా 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 వాను కావాలయ్యా నువ్వు కావాలిరా రా 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 வைக்கும்போது யாயப்பா பாப்பா கண்ணுக்குள்ளே நீ செய்தி சொல்லப்பா சிக்கிக்க வைக்கும் அசையா வந்தாயப்பா தங்கு துளை தாத்திச்சுக்கோயப்பா கொஞ்சம் தயங்காதப்பா கொஞ்சம் மடங்க வேணும்ப்பா ரொம்ப மயங்காதப்பா தப்பாப்பா தப்பாப்பா கொஞ்சம் பாட்டு கவலா கொஞ்சம் டான்ஸ் கவலா ரெண்டும் உனக்காகவே கவலா கவலா வானு கவலேரா நு கவலேரா ரா 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 வானு கவலேயா நு கவலேரா ரா 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 താങ്ക് യു. നിങ്ങളിനി പോയിക്കൊള്ളുന്നില്ല. ഇനി ഈ പാട്ട് തന്നെ വേണോ അതോ വേറെ പാട്ട് വേണോ? ഓക്കെ, ശാലിനിയുടെ പാട്ട്, അടുത്ത പാട്ട് നെയ്നോ മേ സപ്പന എന്ന് പറഞ്ഞ പാട്ട്. ഇനി ഞാനിവിടെ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോവോ? തമാശ പറഞ്ഞാടാ. ആ അല്ല, ഒരു ഡാൻസ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. നിങ്ങൾ അവിടെ ഇരിക്കുന്നവരൊക്കെ കളിക്കാൻ ഇങ്ങോട്ട് പോരെ, കുറെ നേരം ഇരിക്കലായിരുന്നോ? ഒന്ന് അനങ്ങാനായിട്ട്. അതാ അവൾ സീറ്റിലിരുന്നിട്ട് കളിക്കണ്ട. വരൂ വരൂ വരൂ, ധൈര്യമായിട്ട് വരൂ. പോലെ ഇതന്നെയാ. അപ്പോ പോവണോ? നിമ്മി ഓ വിളിക്കാൻ പോയിരുന്നു. Yes, come on. ராவெல்லாம் லாங்காவுதே, ராபரிக்கு ராவே
ரா நீ பார்த்தாலே தீயாவுதே நீ பிடிக்க ராவேயாவே மச்சத்தா மொரச்சா மச்சத்தா மரச்சா மச்சத்தா மொரச்சா இச்சமில்லம்மா மச்சமே నువ్వయ్యా అచ్చమే లేదయ్యా ఇచ్చమే నన్నయ్యా మిచ్చం ఎనయ్యా వా నువ్వు కావాలయ్యా నువ్వు కావాలయ్యా యా 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 రా రా వా నువ్వు కావాలయ్యా నువ్వు కావాలి రా 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 வைக்கும் போதையா எப்பா எப்பாப்பா கண்ணுக்குள்ளே நீ செய்தி சொல்லப்பா சிக்க வைக்கும் ஆசையா வந்தாயப்பா தங்குதுள்ள தட்டிச்சுக்கோயப்பா கொஞ்சம் தயங்காதப்பா கொஞ்சம் மடங்கு வேணும்பா ரொம்ப மயங்காதப்பா தப்பாப்பா தப்பாப்பா கொஞ்சம் பாட்டு கவலா கொஞ்சம் டான்ஸ் கவலா ரெண்டும் உனக்காகவே கவலா கவலா வா నువ్వు కావాలయ్యా నువ్వు కావాలి రా 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 వా నువ్వు కావాలి రా నువ్వు కావాలి రా 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 അതെ ഒരു മിനിറ്റ് നിങ്ങൾ പോകാൻ വരട്ടെ. ശാലിനി രണ്ടാമത്തെ പ്രാവശ്യവും മര്യാദയ്ക്ക് പാടിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം പാടിക്കാം. തമാശ പറഞ്ഞോട്ടെ. എനിവേ താങ്ക് യു, ഒരു നല്ല സപ്പോർട്ട് കൊടുത്തതിന് താങ്ക് യു കേട്ടോ. നിങ്ങൾ പോവാതെ ഇരുന്നാൽ ഇനിയും അങ്ങനത്തെ പാട്ടുകളുണ്ട് അല്ലെങ്കിൽ പാടിയോണ്ടാണോ ഒന്നുകൂടെ പറയാൻ പറഞ്ഞേ? താങ്ക് യു താങ്ക് യു. ഒരു തമാശ പറയാൻ പാടില്ലേ, സീരിയസ് ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഫ്ലോറിലായാലും ഡാൻസ് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത പാട്ട് നേനോമേ സബ്ന എന്ന് പറഞ്ഞ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. നമുക്ക് പോവണ്ട, നിങ്ങളാരും പോയി ഇരിക്കല്ലേ, ഡാൻസ് ചെയ്യാൻ നിൽക്ക്. ഈ ഹൗസ് ലൈറ്റ് ഒന്ന് ഇടാമോ? ഇവിടുത്തെ ഓഡിറ്റോറിയത്തിലെ ലൈറ്റ് ഒന്ന് ഇടാമോ? ആ വാ വാ, ഇപ്പഴാ ആരൊക്കെ എവിടെ ഇരിക്കണേന്ന് മനസ്സിലേ. ആ ബാക്കിലിരിക്കണവരൊക്കെ പോരെ കൂടെ നമുക്ക് ഡാൻസിന്. ഇനി നമ്മളൊരു ഈ ഹിന്ദി സോങ്ങും പിന്നെ ഒരു മെഡലി സോങ്ങും കൂടെയാണ് പാടുള്ളൂ. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് പോവാം ഉള്ള ആൾക്കാർ വെച്ചിട്ട്. ഓക്കെ, ലൈറ്റ് ഇട്ടപ്പോ എല്ലാവരും പോയിരുന്നോ? देखे जवानी कर ले, देखे हसीनों के मिल, देखे दिल पे तू ही जा गया, तू ही
क्यों सजनी पे दिल लगाया. Come on, wow, आ साइड ही निकलवा. Orange salwar. You're dancing so well. किला किला चमन तू जवानी की कली, तेरी खुशबू ही मेरी सांसों में पल पल आए पली. बाहों का सहारा मिला तेरा जो इशारा मिला, मुझे जग जरा मिला मैं तो हो तुझे पा गया. സെന്ററിലേക്ക് വാ, നല്ല ആൾക്കാർ ഈ സൈഡിൽ ആള് കുറവാണല്ലോ. എന്നേക്ക് നിങ്ങൾ രണ്ടാള് मजबूरियां है बस कुछ ही साल की, लेके आओगा तेरे घर में तो एक दिन पाल की. सच्चा बंधन होगा अपना मिलन होगा मन को. अपनों में सजनी सजनी पे दिल आ गया, क्यों सजनी पे दिल आ गया. Thank you. ലാസ്റ്റ് സോങ് നിങ്ങൾ ആരും പോകരുത് ഇനി. അന്തിക്കടപ്പുറത്ത് പാടുക, നമുക്ക് കുട്ടനാടൻ പാടുക, ഇതൊക്കെ പാടിയിട്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം ഇവിടുത്തെ പരിപാടികൾ. റെഡിയാണോ നിങ്ങള്? അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, ഈ സോങ് കഴിയുമ്പോൾ നമ്മുടെ ആരാധ്യരായ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ ബാഡ്ജൊക്കെ കുത്തിയിട്ട്. പുള്ളിയാണോ പ്രഭുദേവ അവിടുത്തെ? ഓക്കെ. അപ്പം നിങ്ങൾ നല്ല ഓഡിയൻസ് ആയിരുന്നു, നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നു, കയ്യടി തന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി ഈ സമയത്ത് അറിയിപ്പിക്കുകയാണ്. ഈ പാട്ടിൽ ഇത്ര നേരം നിന്ന് പാടിയിട്ട് ഓക്കെ. അപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ. അപ്പോൾ വൺസ് അഗെയിൻ WMCയുടെ എല്ലാ ഭാരവാഹികളോടും ഉള്ള നന്ദി ഈ സമയത്ത് ഞാൻ ഇവരെല്ലാവരുടെയും പേരിൽ അർപ്പിക്കുകയാണ്. ഇനി നമുക്കൊന്ന് പാട്ടിലേക്ക് കിടക്കാം. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്തു നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തീരകളല്ല, തെമ്മാനം വാഴണ തുറയരയൻ, അങ്ങേ കടവില് പള്ളി ഉറങ്ങാൻ മൂപ്പര്. അത് ശരിയാവില്ല. ഇവിടെ ഈ സെന്ററിലേക്ക് നീങ്ങിയേക്ക, എല്ലാവരും ഈ സെന്ററിലേക്ക് നീങ്ങിയേക്ക. നിങ്ങൾ അത് ശരിയാക്കണ വരെ ഞങ്ങള് പാടും. റെഡിയാണോ എല്ലാവരും? ഇവരൊക്കെയോ? ഓക്കെ, തുടങ്ങാം.
അന്തിക്കടപ്പുറത്തോരോലക്കുട എടുത്ത് നാലും കൊട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? അന്തിക്കടപ്പുറത്തോരോലക്കുട എടുത്ത് നാലും കൊട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിലെ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തോരോലക്കുട എടുത്ത് നാലും കൊട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിലെ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തോരോലക്കുട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? മരനീരും മുതി നടക്കണ ചെമ്മാനത്തെ പൊന്നരയൻ മരനീരും മോതി നടക്കണ ചെമ്മാനത്തെ പൊന്നരയൻ നീട്ടി തുപ്പിയതാണ് മണലെല്ലാം പൊന്നാകുലേ. മനവേദം മുതി നടക്കണ ചെമ്മാനത്തെ പൊന്നരയൻ നീട്ടി തുപ്പിയതാണ് മണലെല്ലാം പൊന്നാകുലേ. മനത്തെ പൊന്നുറയിൽ വലവീക്ഷണ കാണൂലേ. മനത്തെ പൊന്തുറയിൽ വലവീക്ഷണ കാണൂലേ. വിലപേശി നിറക്കണ കുടല മീനാണെങ്കിൽ പിടയ്ക്കൂലേ. മീനാണെങ്കിൽ പിടയ്ക്കൂലേ. അന്തിക്കടപ്പുറത്തോരോലക്കുട എടുത്തു നാലും കൊട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടവില് പള്ളി ഉറങ്ങാൻ മൂപ്പര് പോരയാണേ. അന്തിക്കടപ്പുറത്തോരോലക്കുട എടുത്ത് നാലും കൊട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടവില് പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണേ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കൊതിച്ചു കൊതിച്ചു പായും കൊതിര പോലെ തോൽവി എന്തെന്നറിയാത്ത തലതട്ടനറിയാത്ത ചാവാളം ചുണ്ടനിതാ ജയിച്ചു വന്ന് ആ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുവിനെ കുയിലാളെ കൊട്ടു വേണം തുറ വേണം തുറവ വേണം. പോരെ രാത്രി. once again thank you so much. Thank you so much. Malayalee. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जल चितरंगा
शुभ नामे जाहे, तव शुभ आशीष माहे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे, जय 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 हे। जय